പള്ളി നിക്കാഹിന് നല്ല സ്ഥലമാണ്. നിക്കാഹ് പള്ളിയിലാകുന്നത് നല്ലതാണെന്ന് കിതാബിലൊക്കെ ഉണ്ട്. അത് വെള്ളിയാഴ്ച രാവിലെ ആയാലും നല്ലതാണ്, വെള്ളിയാഴ്ച രാവിലെ പള്ളിയിലായാലും ഒക്കെ നല്ലതാണ് എന്റെ കിതാബിൽ. പക്ഷെ നിക്കാഹിൽ വന്ന ആളുകൾ പള്ളിയിൽ നിന്ന് ഒട്ടാകെ വർത്താനം പറഞ്ഞിട്ട് പള്ളിയുള്ള ബഹുമാനം കുറക്കെങ്കിൽ നബിനെ പുറത്തുനിന്ന് അകലാണ്. പള്ളിന്റെ ബഹുമാനം കുറക്കാൻ പാടില്ല. പള്ളിയുടേതായ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് പള്ളി കൊണ്ടുപോകും. പള്ളിയുടെ ഭരണാധികാരികൾ മറ്റങ്ങനൊന്നുമില്ല. ഞാൻ കുറെ പള്ളിയുടെ അൽഹംദുലില്ലാ നിങ്ങളെപ്പോലത്തെ പല മോമിനികളുടെയും സഹായം കൊണ്ട് 100-ലധികം പള്ളി നിർമ്മിച്ചിട്ടുണ്ട് സിറാജുൽ ഹുദയുടെ നേതൃത്വം. അതിൽ പലതിന്റെയും സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെയാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ അതിന്റെ ഭരണാധികാരിയാണ് എന്നല്ല. അള്ളാന്റെ വീടാണെന്നില്ല, അള്ളാന്റെ വീട് ഞാൻ ഭരിക്കേ നല്ല കോളായി. അപ്പൊ ഒരിക്കലും അള്ളാഹുവിന്റെ വീട്ടിന്റെ ഭരണാധികാരികളല്ല കമ്മിറ്റിക്കാർ, പ്രസിഡന്റും സെക്രട്ടറിയും ഒന്നും. പിന്നെ ആരാ? അള്ളാഹുവിന്റെ പള്ളിയുടെ വീട്ടിന്റെ ഖാദിമീങ്ങളാണ്, അതിന് സേവനം ചെയ്യുന്നവരാ. പള്ളിയിൽ പൈപ്പിൽ വെള്ളമുണ്ടോ, മെഹ്റാബിൽ പല്ലിക്കാട്ടുണ്ടോ, അതേപോലെ തന്നെ പള്ളിയിൽ കറണ്ട് ഉണ്ടോ, പള്ളിയിൽ ബാങ്ക് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അതൊക്കെ ആലോചിച്ച് വേണ്ട ഖിദ്മത്ത് ചെയ്യുന്നവരാണ് പള്ളിയുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റും സെക്രട്ടറിയും ഖജാൻജിയും. പള്ളിയുടെ സമീപത്തുള്ള മൂത്രപ്പുരണ്ടാവും, അതല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. പലപ്പോഴും നമ്മളെ വീട്ടിലെ ബാത്റൂമിൽ കയറിയ വാഷ്റൂമിൽ കയറിയ നല്ല നീറ്റിലാണ് അവിടുത്തെ ക്ലോസറ്റും അവിടുത്തെ ടൈൽസും ഒക്കെ. പള്ളിന്റെതോ പള്ളി ഉദ്ഘാടനം ചെയ്ത് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പള്ളിന്റെ ബാത്റൂമിൽ കയറി നോക്കിയാൽ വെളുത്ത ക്ലോസറ്റ് മഞ്ഞപ്പുത്തം പിടിച്ചിട്ടുണ്ടാവും, മഞ്ഞ കളറായിട്ടുണ്ടാവും. ഒരാളും വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. അങ്ങനെയാകാൻ പാടില്ല. അള്ളാഹുവിന്റെ ഭവനമായ പള്ളിയിലേക്ക് ഹയ്യാല സ്വലാ, നിസ്കാരത്തിലേക്ക് വരൂന്ന് വിളിച്ചിട്ട് വന്ന അതിഥികളാ, അള്ളാന്റെ അതിഥികളാ പള്ളിയിൽ വരുന്നവർ. അവര് വരുമ്പോ അവരുപയോഗിക്കുന്ന ബാത്റൂം നല്ല വൃത്തിയിൽ സൂക്ഷിക്കണം. അത് സൂക്ഷിക്കുന്നുണ്ടോ എന്ന് കമ്മിറ്റിക്കാർ നോക്കണം. അത് വൃത്തിയിൽ സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ ശമ്പളം കൊടുത്ത് നിർത്തിയാൽ പോരാ, ആ ശമ്പളം കൊടുത്ത ആള് കൃത്യമായി ഡ്യൂട്ടി എടുക്കുന്നുണ്ടോ നോക്കണം. അത് ഈ കമ്മിറ്റിക്കാരുടെ ഉത്തരവാദിത്തം. അതാണ് ഖിദ്മത്ത് എന്ന് ഞാൻ പറഞ്ഞു. പള്ളിയുടെ സേവനമാണ്, അല്ലാതെ ഭരണാധികാരിയല്ല. നമ്മൾ ആരും അള്ളാഹുവിന്റെ വീട് ഭരിക്കാൻ മാത്രമായിട്ടില്ല, അള്ളാഹുവിന്റെ വീട്ടിന് സേവനം ചെയ്യുന്നവരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ വന്നു. പള്ളിയുടെ ചുമര് എന്ന് പറഞ്ഞാൽ ഈത്തപ്പന മട്ടല് കൊണ്ടുണ്ടാക്കിയ പള്ളിയാ. അതാരോ തുപ്പുന്ന സമയത്ത് ആ ഈത്തപ്പന മട്ടലിന്റെ മേലെ കഫം ആയിട്ടുണ്ട്. നബി തങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മുഖമാകെ അങ്ങോട്ട് വിവരണമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരലിന്റെ കഷ്ണെടുത്ത് സ്വന്തം ശരീരം കൊണ്ടത് ചുരണ്ടിക്കളഞ്ഞു എന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം. അവിടെ ആരെയും കാത്തു നിന്നിട്ടൊന്നുമില്ല, ശിഷ്യന്മാരൊന്നും വിളിച്ചിട്ടില്ല. മറിച്ച് അവിടുത്തെ കൈ കൊണ്ടതങ്ങ് ചുരണ്ടിക്കളഞ്ഞു. അള്ളാന്റെ വീട്ടിന് ഖിദ്മത്ത് ചെയ്യാണ്. അള്ളാന്റെ വീട്ടിന് അടിമയായ ഞാൻ, ഉടമസ്ഥനായ റബ്ബിന്റെ വീടിന് അത് വൃത്തിയാക്കുന്നുണ്ട്. വലിയ അഭിമാനമാണ്, വലിയ പ്രതിഫലം കിട്ടുന്ന അമലാണ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കാണുന്നില്ല. അത് ആരാണത്? ഖാന യഖുമുൽ മസ്ജിദ്, പള്ളി അടിച്ചു വരുന്ന ആളാണ്. നബി നിങ്ങൾ ചോദിച്ച ആളുടെ ഇവിടെ പോയി, ആള് മരിച്ചുപോയി. എന്ത് അഫലാ അദൻതുമുനി, നിങ്ങളെന്താ എന്നോട് ആരും പറയാതിരുന്നത് അയാൾ മരിച്ചിട്ട്? നബി അയാൾ മരിച്ചു, അയാളെ ഖബറടക്കി. തങ്ങളെ ഉറക്കിൽ ബുദ്ധിമുട്ടിക്കണ വെച്ചതാ. നബി സല്ലല്ലാഹു ദുല്ലൂനി അലാ ഖബരി, അയാളെ ഖബർ കാണിച്ചു തരണോന്ന്. നബി തങ്ങൾ പോയിട്ട് ഖബറുമ്പൽ തിന്നിട്ട് നിസ്കരിച്ചു, മയ്യിത്ത് നിസ്കരിച്ചു ഖബറുങ്കൽ വെച്ച്. കാരണം പള്ളി അടിച്ചു വരുന്ന ആളാ, അയാൾക്ക് വലിയ ബഹുമാന. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. പള്ളി വൃത്തിയാക്കിയാൽ ആ വകയിൽ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ ബഹുമാനമാണ്. അത് മടിക്കേണ്ട സംഗതിയല്ല. പള്ളിയിൽ പല്ലിക്കാട്ടം കണ്ടാൽ ഒരാളെയും കാത്തിക്കാൻ പറ്റില്ല. കണ്ട ഉടനെ എടുത്ത് നീക്കൽ വുജൂബ, ഒരാളെയും കാത്തിക്കാൻ പറ്റില്ല. പള്ളി അത്രയും ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യേണ്ട സ്ഥലമാണ്. ആ ബോധം നമുക്കെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകണം.